പട്ടിയൊക്കെ എന്തിനാ പല്ല് തേപ്പിക്കുന്നത്? ഇങ്ങനെയായിരിക്കും പലരും ചിന്തിക്കുന്നത്. അതെ, നമ്മുടെ നാടൻ പട്ടികളൊക്കെ ഒരു പല്ലും തേക്കാതെ 10-12 വർഷം ജീവിച്ചിരിക്കുന്നുണ്ട്. മരിക്കുമ്പം തന്നെ അവരുടെ പല്ലൊക്കെ നല്ല ക്ലീൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ശരിയാണ്. പല പട്ടികൾക്കും അവർ ഷ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കടിക്കുന്നുണ്ട്, മരക്കഷ്ണം എടുത്ത് കടിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിൽ കിടക്കുന്ന എന്താ ചെരുപ്പുകൾ എടുത്ത് കടിക്കുന്നു, ഇല്ലെങ്കിൽ മെത്തയൊക്കെ എടുത്ത് കടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ പല്ല് ആ ഒരു പ്രോസസ്സ് ബ്രഷിങ്ങിൻ്റെ ഇക്വലൻ്റ് ആയിരിക്കും, അവരുടെ പല്ല് ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. പക്ഷെ ചില പട്ടികൾ അവർക്ക് കടിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അവർ കഴിക്കുന്ന ഫുഡിൽ ഫൈബ്രസ് ആയിട്ടുള്ള ക്യാരറ്റ്സോ അതുപോലത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അവർ ബ്രാക്കസെഫലിക് ബ്രീഡ്സ് ആയിരിക്കും, അതായത് പഗ്ഗും ഫ്രഞ്ചിയും ഒക്കെ ഉള്ള പോലെ അവരുടെ കണ്ണിൻ്റെ ആ ഒരു പ്ലെയിനിൽ തന്നെ ആയിരിക്കും അവരുടെ വായും മൂക്കുമെങ്കിൽ അവർ മോസ്റ്റ്ലി ചവയ്ക്കാൻ ചാൻസ് ഇല്ല. ഇങ്ങനെയുള്ള ഡോഗ്സിനൊക്കെ ഒരു 2-3 വയസ്സാവുമ്പോഴത്തേക്കിനും നിങ്ങൾ ആ ഒരു അവരുടെ എന്താ ലിപ്പ് മാറ്റി നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും പുറകിലെ അണപ്പല്ലുകൾക്ക് ഇല്ലെങ്കിൽ മൊളാർസിന് പ്ലാക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഡോഗിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവർക്ക് ചെറുതായിട്ടൊരു യെല്ലോയിങ് ഒക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്, ചെറിയ ഡിപ്പോസിറ്റ്സ് ഒക്കെ കാണുന്നുണ്ട് എങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ബ്രഷിങ് ആവശ്യം. എല്ലാ പട്ടികൾക്കും അതിൻ്റെ ആവശ്യമില്ല. ഇതിന് കുറേ ഓൾട്ടർനേറ്റീവ്സും ഉണ്ട്. അതായത് ബ്രഷ് ചെയ്യാതെ എങ്ങനെ ഹെൽത്തി ആയിട്ട് ഒരു ഡോഗിൻ്റെ ടീത്ത് മെയിൻറ്റെയിൻ ചെയ്യാവുന്നുള്ളത്, അതിലേക്ക് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ബ്രഷ് ബിയാഫർ എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. ട്രിക്സി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടൂത്ത് പേസ്റ്റും അവൈലബിൾ ആയിരിക്കും. ഇത് പലതും നിങ്ങളുടെ ലോക്കൽ വെറ്റിനറിയൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ ആമസോൺ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മോസ്റ്റ്ലി ഈ ടൂത്ത് പേസ്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഇതുപോലെ കുറച്ച് ടൂത്ത് ബ്രഷുകളും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള പട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ചെറിയ ഏരിയയിലുള്ള ബ്രിസിൽസ് ഉള്ളതുണ്ട്, ഇത് ഉപയോഗിച്ച് നാശമായതാണ്. ഇല്ലെങ്കിൽ ഫിംഗർ ബ്രഷുകൾ, ഇങ്ങനെ ബേബീസിനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഫിംഗർ ബ്രഷസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതൊരു ഓപ്ഷനാണ്. പിന്നെ ഇല്ലെങ്കിൽ ബേബി ബ്രഷസ്. ഇപ്പോൾ ഇത്രയും സൈസുള്ള ബ്രഷുകളൊക്കെ നമുക്ക് വലിയ പട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കുഞ്ഞിയും കിങ്ങിണിയും ചിവാവാസാണ്, തീരെ ചെറിയ പല്ലുകളാണ്, ചെറിയ മോണയാണ്. ഇത്രയും കട്ടിയുള്ള ബ്രിസിൽസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവരുടെ ഗമ്മിൽ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റി കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്ത് വെറ്റിനറിയനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു പെൻ ഷേപ്പിലുള്ള, അതായത് ഈ ബ്രേസസ് ഒക്കെ ഇടുന്നവർക്ക്, പല്ലെ കമ്പി ഇടുന്നവരുടെ ആ കമ്പി ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഓർത്തഡോണ്ടിക് ടൂത്ത് ബ്രഷ് ഉണ്ട്. അത് ഡോഗ്സിന് അവൈലബിൾ ആണ്. പക്ഷെ ഞങ്ങൾ സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല. ആമസോണിൽ ഒരെണ്ണം അവൈലബിൾ ആണ്, പക്ഷെ അത് മൾട്ടിപ്പിൾ പീസസ് ആണ്. അത്രയും വാങ്ങിക്കണോ വേണ്ടതെന്ന് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനലി നമ്മൾ ഇതെല്ലാം എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് സെറ്റിലായത് ബേബി ടൂത്ത് ബ്രഷസ്. ഇപ്പോൾ 1 വയസ്സുള്ള ഹ്യൂമൻ ബേബീസിന് ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷാണ്. സോഫ്റ്റ് ബ്രിസിലാണ്, സർഫസ് ഏരിയ കുറവാണ്. ഇത് കീക്കോ എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. ഇത് നമ്മൾ മിനിസോ എന്ന് പറയുന്നൊരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടെ തിക്ക് ആയിട്ട് പാക്ക് ചെയ്ത ബ്രിസിൽസ് ഉള്ള ഒരു ബ്രഷാണ്. ഇതാണ് നമ്മൾ ഫൈനലി മൾട്ടിപ്പിൾ ട്രയൽ ആൻഡ് എറർ കഴിഞ്ഞ് കുഞ്ഞിക്കും കിങ്ങിണിക്കും വേണ്ടി ചൂസ് ചെയ്തേക്കുന്ന ബ്രഷ്. ഇനി ടൂത്ത് പേസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹ്യൂമൻ ടൂത്ത് പേസ്റ്റ് ഒരിക്കലും പട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതിലുള്ള ഫ്ലൂറൈഡ് നമ്മൾ പല്ല് തേക്കുന്ന പോലെ കഴുകി കളയുകയോ ഒന്നും ചെയ്യുന്നില്ല പട്ടിക്ക് പല്ല് തേച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതിനകത്തുള്ള ഫ്ലൂറൈഡ് അവർ ഇൻജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ടോക്സിക് ആണ്. അതുകൊണ്ട് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, അത് ഫേറ്റൽ വരെ ആവാം. അതുകൊണ്ട് ഹ്യൂമൻ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കരുത്, പട്ടിയുടെ ടൂത്ത് പേസ്റ്റ് തന്നെ ഉപയോഗിക്കുക. ഇത് മോസ്റ്റ്ലി എന്തെങ്കിലുമൊക്കെ ഫ്ലേവർ കാണും. ഇത് ലിവർ ഫ്ലേവർ ആണ്, ചിലതിനൊക്കെ ചിക്കൻ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അവർ കഴിക്കുമ്പോൾ അവർക്കതൊരു ട്രീറ്റ് ആയിട്ടേ തോന്നത്തുള്ളൂ. അപ്പോൾ ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഡെമോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോഡൽ കിങ്ങിണിയാണ്. കിങ്ങിണിയുടെ അണപ്പല്ലുകൾക്ക് കുറച്ച് യെല്ലോയിങ് ഒക്കെ ഉണ്ട്. അവൾക്ക് ഇപ്പോൾ 2 വയസ്സാവുന്നു. അപ്പോൾ ഏതൊരു ഡോഗിനും ബ്രഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും 3-4 പേര് പിടിച്ച് നിർത്തി ഫോഴ്സ് ചെയ്ത് ബ്രഷ് ചെയ്യാൻ നോക്കരുത്. അതൊട്ടും സസ്റ്റൈനബിളും അല്ല. എന്തൊരു കാര്യമാണെങ്കിലും പോസിറ്റീവ് അസോസിയേഷൻസ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മുഖത്തൊക്കെ ഒന്ന് പിടിക്കുക, അത് പിടിക്കാൻ സമ്മതിക്കുന്നുണ്ട്, അവർ അഗ്രസീവ് ആവുന്നില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ട്രീറ്റ് ആയിട്ട് ചെറിയ എമൗണ്ടിൽ കൊടുക്കുക. അതുപോലെ തന്നെ ബ്രഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവർ സ്നിഫ് ചെയ്യിപ്പിക്കുക.
എന്നിട്ടത് പയ്യെ മുഖത്തൊക്കെ തൊടുമ്പോഴത്തേക്കിനും അവരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുമ്പോഴത്തേക്കിനും റിവാർഡ് ചെയ്യുക. എന്തൊരു കാര്യം നമ്മൾ ഡോഗായിട്ട് ചെയ്യുമ്പോഴും അത് പോസിറ്റീവ് അസോസിയേഷൻ ആക്കുവാണെങ്കിൽ ഓവർ ടൈം അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എസ്പെഷ്യലി വായിൽ നമ്മൾ വായുടെ സൈഡിലോ അകത്തുമൊക്കെ കൈയിടുന്നതാണ്. അപ്പോൾ അവർ പോസിറ്റീവായിട്ടല്ല ഇതിനെ കാണുന്നതെങ്കിൽ കടിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ അപകടങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 2-3 ദിവസം എടുത്ത് ഇതുപോലെ പയ്യെ അവരുടെ വായുടെ സൈഡിലൊക്കെ പിടിക്കാൻ കംഫർട്ടബിളാക്കി ട്രീറ്റൊക്കെ കൊടുത്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സ് എല്ലാവർക്കും ഈസി ആയിരിക്കും, ഡോഗിനും നിങ്ങൾക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ മോണയിലുള്ള ആ യെല്ലോ പാർട്ടിലാണ്. കുറച്ച് പേസ്റ്റ് എടുത്ത് അവിടെ ജെൻറ്റിലായിട്ട് ബ്രഷ് ചെയ്യുക. ഒരുപാട് ഫോഴ്സ് ഇട്ടാൽ മുറിയാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കുറച്ചുകൂടെ പേസ്റ്റ് എടുത്ത് ചെയ്യാം. ഫ്രണ്ടിലെ ടീത്തൊക്കെ ഇവളുടെ ക്ലീനാണ്. കിങ്ങിണി പൊതുവേ ഇങ്ങനെ ഷ്രെഡ് ചെയ്യുന്ന ടോയ്സൊക്കെ കടിക്കുന്ന ഒരു ഡോഗാണ്. അതുകൊണ്ട് ഇവൾക്ക് കൂടുതൽ പല്ലിന് കുഴപ്പമൊന്നുമില്ല. ഈ സൈഡിലും ചെറുതായിട്ട് ഇഷ്യൂസ് ഉണ്ട്. യെല്ലോയിങ് പ്ലാക്കിൻ്റെ ബിൽഡപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ജെൻറ്റിലായിട്ട് ബ്രഷ് ചെയ്യാം. ഇതിന് ലിവറിൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഡോഗ്സിന് പൊതുവേ ഈ പേസ്റ്റിനോട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കറിയാം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ആ ഒരു സയൻസ് കാണുമ്പോൾ തന്നെ ബ്രഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ അത് അവർക്ക് പ്രായമാകുമ്പോഴത്തേക്കിനും അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ഡോഗിൻ്റെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കിനും പ്ലാക്ക് ഒരുപാടുണ്ട്, അവർക്ക് ഗമ്മിൽ ബ്ലീഡിങ് ഉണ്ട്, കഴിക്കുമ്പോഴത്തേക്കിനും വേദന ഉണ്ട്, ഇല്ല കഴിക്കാതിരിക്കുന്നു വേദന കാരണം. ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇനി പല്ല് തേക്കാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഇതൊന്നും ഫിക്സ് ആവാൻ പോകുന്നില്ല. നമ്മുടെ പല്ല് പോലെ തന്നെയാണ്. അപ്പോൾ ഒരു വെറ്റിനറിയനെ കാണുക, അവർ സജസ്റ്റ് ചെയ്യും പ്രൊഫഷണൽ ക്ലീനിങ് ആവശ്യമാണോ എന്ന്. ഇപ്പം നമ്മൾ പോയി ഇപ്പോൾ റൂട്ട് കനാൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡെൻറ്റിസ്റ്റിനെ പോയി കണ്ട് റൂട്ട് കനാൽ ചെയ്യുന്നു. ആ സെയിം പ്രോസസ്സ് തന്നെ, പക്ഷേ പട്ടി കടിക്കും, നമ്മൾ ഡെൻറ്റിസ്റ്റിനെ കടിക്കില്ല. അതുകൊണ്ട് അവർ ജനറൽ അനസ്തേഷ്യ കൊടുക്കും, എന്നിട്ട് പല്ല് ക്ലീൻ ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ഡോഗിന് എന്തെങ്കിലും ഒരു മൈനർ സർജറി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വെറ്റിനറിയനോട് ചോദിക്കാം, ആ സർജറിയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഡിപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ പറ്റുമോ എന്ന്. മേജർ സർജറീസിൽ മോസ്റ്റ്ലി ചെയ്യാൻ സാധ്യതയില്ല, കാരണം ഈ ബാക്ടീരിയ ഒക്കെ ബ്ലഡ് സ്ട്രീമിൽ കയറിയാൽ ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുക, ക്ലീനിങ്ങിന് വേണ്ടി അനസ്തേഷ്യ കൊടുക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന ഇപ്പോൾ സ്പേയോ ന്യൂട്രോ ചെറിയ എന്തെങ്കിലുമൊക്കെ സർജറി ചെയ്യുമ്പോഴത്തേക്കിനും ടീത്ത് ക്ലീനിങ് കൂടെ ചെയ്യാൻ പറ്റുമോ എന്ന്. അങ്ങനെ പ്രൊഫഷണലി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ്റനൻസ് ആയിട്ട് ടൂത്ത് ബ്രഷിങ്ങും നല്ലതായിരിക്കും. അപ്പോൾ ഇനി ബ്രഷ് ചെയ്യാൻ ഒരു തരത്തിലും പറ്റുന്നില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈമില്ല, കൺവീനിയൻസ് ഇഷ്യൂ ഉണ്ട്, ഇല്ലെങ്കിൽ പട്ടി സമ്മതിക്കുന്നില്ല, അഗ്രസീവ് ആവുന്നു, ഒരു തരത്തിലും ബ്രഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, വെറ്റിനറിയനെ കാണിക്കാനും മാത്രം ബുദ്ധിമുട്ടും ആയിട്ടില്ല, എന്നാൽ ചെറിയ ഡാമേജ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിലൊരെണ്ണമാണ് ഇത് നമുക്ക് പ്ലാക്ക് ജെൽ പെറ്റ്കിൻ എന്നും പറഞ്ഞിട്ട്, ഇതും ഏതെങ്കിലുമൊക്കെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സിൽ അവൈലബിൾ ആയിരിക്കും. ഇത് നമ്മുടെ വെറ്റിനറിയൻ സജസ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ എല്ലാ ദിവസവും പല്ല് തേക്കുന്നില്ല, കാരണം ഇച്ചിരി ടൈം എടുക്കുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ ഒരു ദിവസം തേക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇത് ജെല്ല് നമ്മൾ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് പല്ലിലൊന്ന് തേച്ച് കൊടുക്കുക രാത്രിയിൽ ഡിന്നർ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് വെള്ളം അവർ കുടിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഇഫക്റ്റീവ് ആണെന്നാണ് പറഞ്ഞത്. നമ്മൾ ആണോ അല്ലയോ എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്ത് അറിഞ്ഞൂടാ, ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് നന്നായിരിക്കും. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, എനിക്ക് തോന്നുന്നു ഈ സിമിലർ ബ്രാൻഡ് ആണെന്ന്, അതിൻ്റെ ഒരു ഇമേജ് ഞാൻ ഇവിടെ ഇടാം. ഇത് നമ്മൾ പട്ടികൾ കുടിക്കുന്ന വെള്ളത്തിനകത്ത് ഒഴിച്ചാൽ അവരത് കൺസ്യൂം ചെയ്താൽ ഈ ബാക്ടീരിയ ഒക്കെ നശിപ്പിച്ച് പല്ല് മെയിൻറ്റെയിൻ ആവുമെന്നാണ് വെറ്റിനറി ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനത്തെ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. പിന്നെ വേറെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ ചവയ്ക്കാനും ഷ്രെഡ് ചെയ്യാനും അലോ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് ടോയ്സ് നമുക്ക് നോക്കാം. ഇതൊക്കെ കുറച്ച് ച്യൂ ടോയ്സ് ആണ്. റോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫൈബറാണ് ഉള്ളത്, ചെറിയ തുണി നൂലാണല്ലോ. അപ്പോൾ ഇത് കടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഇഫക്റ്റീവായിട്ട് പല്ല് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് കളിച്ചാൽ അവർ കുറേ നേരം കഴിയുമ്പോഴത്തേക്കിനും കടിക്കാനൊക്കെ തുടങ്ങിക്കൊള്ളും. പിന്നെ ഇതുപോലത്തെ റബ്ബർ, സിലിക്കൺ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, ഇതിൽ ചെറിയ
റിഡ്ജസ് ഒക്കെ ഉണ്ട്. ഇത് കടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അവരുടെ ടീത്ത് സംവാട്ട് ഇഫക്റ്റീവായിട്ട് ക്ലീൻ ആവും. അപ്പോൾ ഇതൊക്കെ റെഗുലറായിട്ടൊരു 5-10 മിനിറ്റ് മോണിറ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും ടീത്ത് ക്ലീനിങ്ങിന് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ റോ മീറ്റി ബോൺസ് കൊടുക്കുക എന്നുള്ളതാണ്. റോ മീറ്റി ബോൺ എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യാത്ത ബോണുകൾ, അതിൽ കുറച്ച് മീറ്റ് ഉണ്ടാവണം. കാരണം ആ മീറ്റ് ഒരു ഫൈബർ പോലെയാണല്ലോ. പച്ച ഇറച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിച്ചു പറിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അവരത് പയ്യെ ഇരുന്ന് കടിച്ച് പറിച്ച് ഈ ടീത്തൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കിനും അത് ഒരു ഫ്ലോസിങ് ഇഫക്റ്റ് അല്ലെങ്കിൽ ബ്രഷിങ് ഇഫക്റ്റ് ആയിരിക്കും. അതും നല്ലൊരു മെത്തേഡാണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഈ നമ്മുടെ വീട്ടിലെ പട്ടിക്ക് സോഫയിലും ബെഡിലും ഒക്കെ ആക്സസ് ഉണ്ട്, നമ്മുടെ മുഖത്ത് നക്കുകയും ഇല്ലെങ്കിൽ കിസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഈ പച്ച ഇറച്ചിക്കകത്തുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ പാരസൈറ്റ്സ് മോസ്റ്റ്ലി ഡോഗ്സിന് വലിയ ഇഫക്റ്റ് ഉണ്ടാക്കണമെന്നില്ല. പക്ഷേ മനുഷ്യർക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും. ഇപ്പോൾ സാൽമണല്ല ഉണ്ടെങ്കിൽ ടൈഫോയിഡ് നമുക്ക് വരാം, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നിങ്ങളുടെ വീട്ടിലെങ്കിൽ റോ മീറ്റി ബോൺസ് അങ്ങനെ സജസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ എന്നാൽ കുക്ക് ചെയ്ത ബോൺസ് കൊടുത്തിട്ട് കാര്യമില്ല. അതിനകത്ത് മീറ്റ് കുക്കായി കഴിഞ്ഞാൽ നമുക്കറിയാമില്ലെന്ന് അങ്ങ് അടർന്നു വരും. അതുകൊണ്ട് ആ ഒരു ബ്രഷിങ് ഇഫക്റ്റും വരില്ല. അതുകൂടാതെ തന്നെ ബോണിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ തന്നെ മാറ്റം വരും കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ബ്രിട്ടിലാവും. ആ ബ്രിട്ടിലായി ചെറിയ പീസായി കഴിഞ്ഞാൽ അവരെ വിഴുങ്ങുകയാണെങ്കിൽ അവരുടെ GI ട്രാക്ട്, വയറിലും ഇൻറ്റസ്റ്റൈനിലും ഒക്കെ അത് തറച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്, അവിടെ ടയർ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ബ്ലോക്കേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുക്ക്ഡ് ആയിട്ടുള്ള ബോൺസ് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, എസ്പെഷ്യലി ചെറിയ ബ്രീഡുകൾക്ക്. നമ്മുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയൊക്കെ കൊടുത്ത് നമുക്ക് പരിചയമുണ്ട് കുക്ക് ചെയ്ത ചിക്കൻ ബോണൊക്കെ കൊടുക്കുന്നത്. അത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. റോ ബോണാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. കാരണം അത് ചവയ്ക്കുമ്പോഴത്തേക്കിനും പൊട്ടിയല്ല വരുന്നത്, അതൊരു സോഫ്റ്റ് ആയിട്ടാണ് വരിക. പിന്നെ വേറൊരു കാര്യമുള്ളത്, ബോൺസ് കൊടുക്കുമ്പോഴത്തേക്കിനും മജ്ജയുള്ള ബോൺസ്, അതായത് മാരോ ബോൺസ്, ബീഫിൻ്റെ ഒക്കെ തുടയോ അതുപോലത്തെ വലിയ ബോണൊക്കെ കൊടുത്താൽ അത് ഭയങ്കര കട്ടിയുള്ള ബോണാണ്. ഈ വലിയ പട്ടികളുടെ തന്നെ പല്ല് അതുകൊണ്ട് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ചെറിയ ബോണാണ്, ചിക്കൻ്റെ ബോണാണ് കൊടുക്കുന്നതെങ്കിൽ, വലിയ പട്ടികളാണെങ്കിൽ ചെറിയ ബോൺ അവർക്ക് ഈസിലി സ്വാളോ ചെയ്യാം. അതുകൊണ്ട് പല്ലിൻ്റെ ഒരു ഗുണവും കിട്ടുന്നില്ല, സ്വാളോ ചെയ്താൽ ബ്ലോക്കേജ് ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. കാരണം എല്ല് ഒരിക്കലും ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ആവില്ല. അപ്പോൾ ചെറിയ ചിക്കൻ ബോണും കൊടുക്കരുത്, വലിയ ബീഫിൻ്റെ ബോണോ ഇല്ലെങ്കിൽ മാരോ ബോൺസ് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഏറ്റവും ഇഫക്റ്റീവ് എപ്പോഴും ലാംബോ, ഗോട്ടിൻ്റെ ബോൺസ് കൊടുക്കുന്നതായിരിക്കും. അത്യാവശ്യം വലിപ്പം വേണം അവർ വിഴുങ്ങാതിരിക്കാൻ. എന്നാൽ കൂടുതൽ വലിപ്പമായിട്ട് മാരോ ഉള്ള ബോണായതുകൊണ്ട്, കട്ടിയുള്ള ബോണായതുകൊണ്ട് പല്ലിന് കേടും വരാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് സൈസിലുള്ള നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് വളർത്തുന്നതെങ്കിൽ. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ്, ഫൈബ്രസ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, എന്താ ക്യാരറ്റ്, സെലറി, കുക്കുംബർ, അതുപോലത്തെ ഫൈബർ അധികമുള്ള ആപ്പിളിൽ സ്വീറ്റ് ആണോ അധികം കൊടുക്കാൻ പറ്റില്ല, എന്നാലും ആ ഒരു ക്രഞ്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ് കൊടുത്താൽ അതും ഒരു ക്ലീനിങ് ഇഫക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ പല്ല് തേക്കാൻ ബുദ്ധിമുട്ടുള്ള ഡോഗ്സിന് ഇതുപോലത്തെ വെജിറ്റബിൾസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അവർ ചവയ്ക്കാൻ റെഡി ആണെങ്കിൽ, ഓവർ ടൈം അവർ അത് യൂസ്ഡ് ആവുകയാണെങ്കിൽ അത് ലോങ് ടൈമിൽ ഹെൽത്തി ആയിട്ടുള്ള ടീത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സജഷൻസോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ ഇടുക. അടുത്ത ആഴ്ച വേറൊരു തീമുമായി വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.